ഏവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല രക്ഷിതാക്കളും വിളിച്ചു ചോദിക്കുന്ന ഒരു സംശയമാണ്. അവരുടെ മകൻ അല്ലെങ്കിൽ മകൾ 10ാം ക്ലാസ് പാസ്സായി +1 അപേക്ഷിക്കാനായി ഒരു ഓൺലൈൻ സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ അക്ഷയകളിലോ പോകുമ്പോൾ എന്തൊക്കെ രേഖകൾ അല്ലെങ്കിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കയ്യിൽ കരുതേണ്ടത് എന്നൊരു സംശയം. അതോടൊപ്പം അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം ഒരു സ്കൂളിൽ ചേരാനായിട്ട് പോകുമ്പോൾ, അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുമ്പോൾ കയ്യിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കയ്യിൽ ഉണ്ടാവേണ്ടത് എന്നതിനെക്കുറിച്ച് സംശയങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ധാരാളം ആളുകൾ സംശയം ചോദിച്ചുകൊണ്ടാണ് ഈ സംശയങ്ങൾ തീർക്കാൻ ഏറെക്കുറെ സഹായമാവുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ അതുകൊണ്ട് +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം വീഡിയോകൾ, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്ന വീഡിയോകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവും. അതോടൊപ്പം +1 +2 ക്ലാസ്സുകളിലെ മലയാളം ക്ലാസ്സുകളിലെ വീഡിയോകളും 10ാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സുകളിലെ വീഡിയോയും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവും. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആൾ എന്ന ഓപ്ഷൻ കൂടി നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോകളുടെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കൃത്യമായിട്ട് കിട്ടും. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഉപകാരപ്പെടും തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്യണം. എന്തായാലും +1 ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവേണ്ട രേഖകൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം വിശദീകരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് SSLC സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ചിലപ്പോൾ SSLC സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ തുടങ്ങുന്ന സമയത്തിനകം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട SSLC സർട്ടിഫിക്കറ്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. പക്ഷേ SSLC സർട്ടിഫിക്കറ്റ് ആ സമയമാകുമ്പോഴേക്കും സ്കൂളിൽ നിന്ന് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മാർക്ക് ലിസ്റ്റ് നിർബന്ധമായിട്ടുണ്ടാവണം. മറ്റൊന്ന് ആധാർ കാർഡാണ്. ആധാർ നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആധാർ കാർഡ് ഒറിജിനൽ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പിയെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ ഈ കഴിഞ്ഞ വർഷം മുതലുള്ള ഒരു രീതിയാണ്, നമ്മൾ ഏതെങ്കിലും ബോണസ് പോയിന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ക്ലബ്ബ്, അതുപോലെ SPC, സ്കൗട്ട്, NCC എന്ന് പറയുന്ന ഏതെങ്കിലും നമ്മൾ അതിൽ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, ബോണസ് പോയിന്റ് കിട്ടാൻ അർഹതയുള്ള ഏതെങ്കിലും ഒന്നിൽ ഈ കുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ, SPC അല്ലെങ്കിൽ ക്ലബ്ബിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. കാരണം നമ്മൾ ഇപ്പോൾ ബോണസ് പോയിന്റിന് വേണ്ടിയിട്ട് ക്ലബ്ബ് നമ്മൾ സെലക്ട് ചെയ്താൽ ഉണ്ട് എന്ന് കാണിച്ചാൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ തൊട്ടടുത്ത് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതുണ്ട്. അപ്പോൾ ബോണസ് പോയിന്റിന് അർഹതയുള്ളത് ഏതിനൊക്കെയാണോ നിങ്ങൾ ബോണസ് പോയിന്റിന് വേണ്ടി ക്ലെയിം ചെയ്യുന്നത്, അത്തരം സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ബോണസ് പോയിന്റ് ഇത് ഉണ്ട് എന്ന് കാണിച്ചാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നീന്തൽ അറിയാം എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നീന്തൽ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ നിങ്ങളതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം സർട്ടിഫിക്കറ്റുകൾ, അപ്പോൾ ക്ലബ് സർട്ടിഫിക്കറ്റ്, അതായത് ക്ലബ്ബിൽ ഉണ്ട് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സ്കൂളിൻ്റെ സീലും അതുപോലെ ഹെഡ് മാസ്റ്ററുടെ ഒപ്പും ഒക്കെ വെച്ചിട്ടുള്ള ക്ലബ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. മറ്റൊന്ന്, നീന്തൽ അറിയാവുന്ന കുട്ടിയാണെങ്കിൽ നീന്തൽ അറിയുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അറിയും എന്ന് തെളിയിച്ചിട്ട് കിട്ടുന്ന സ്പോർട്സ് കൗൺസിലിൻ്റെ സീലൊക്കെ വെച്ച് കിട്ടുന്ന ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. കാരണം അതിൻ്റെയും നീന്തൽ അറിയാമെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും നമ്പർ നമുക്കതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്വിമ്മിങ്ങിൻ്റെ, അതായത് നീന്തൽ അറിയാമെന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്, നീന്തൽ അറിയുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്നത്. നീന്തൽ അറിയാമെങ്കിൽ മാത്രം അത്തരം ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. അതിന് ബോണസ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കരുതണം. പിന്നെ SPC, NCC, JRC, അതുപോലെ സ്കൗട്ട്, ഗൈഡ്, രാജ്യപുരസ്കാരം നേടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ ഒറിജിനൽ കയ്യിലില്ലെങ്കിലും അതിൻ്റെ കോപ്പിയെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടാവുക. ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് കാര്യം പറയുന്നത്. അപ്പോൾ ഒറിജിനൽ കയ്യിലില്ലെങ്കിൽ അതിൻ്റെ കോപ്പിയെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതിൻ്റെയും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, SPCയിൽ അംഗമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്, അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാനും അതിൻ്റെ ഫൈനൽ സബ്മിറ്റ് ചെയ്യാനും ഒക്കെ കഴിയുള്ളൂ. അപ്പോൾ SPC, NCC, JRC, സ്കൗട്ട്, ഗൈഡ്, രാജ്യപുരസ്കാർ തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് ബോണസ് പോയിന്റിന് അർഹതയുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ കോപ്പി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ മറ്റൊന്ന്, ഫോർവേഡ് കാസ്റ്റിൻ്റെ ഇപ്പോൾ അടുത്തായിട്ട് വന്നതാണ് ഒരു 10% സംവരണം. EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ഫോർവേഡ് കാസ്റ്റിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ EWS, അപ്പോൾ അതിന് അർഹതയുള്ള കുട്ടികൾ, ഇപ്പോൾ BPL കാർഡ് ആയിരിക്കണം, അതിന് ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ, ഫോർവേഡ് കാസ്റ്റിലെ ആളുകൾക്ക് മാത്രമാണ് പറയുന്നത്, മുന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ അവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ EWS എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നും മേടിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. വളരെ എളുപ്പത്തിൽ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് പോലെ കിട്ടുന്നതല്ല EWS സർട്ടിഫിക്കറ്റ്. വില്ലേജ് ഓഫീസർ നല്ലപോലെ അന്വേഷിക്കും. നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ പേരിലുള്ള സ്വത്ത് വിവരങ്ങൾ, അതുപോലെ നിങ്ങളുടെ വീട്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം,
നിങ്ങളുടെ മൊത്തം ആസ്തി എത്രയുണ്ട് എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുക. അതിന് കൃത്യമായിട്ടുള്ള അതിനൊരു ഫോമുണ്ട്. അത് ഈ ഹയർ സെക്കൻഡറിക്ക് നിങ്ങൾ +1 അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഫോം നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. അതല്ലാതെ തന്നെ അതിൻ്റെ ഫോമുകൾ നിങ്ങൾക്ക് അക്ഷയ സെൻറ്ററുകളിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിലൊക്കെ ചെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇത്തരം ആപ്ലിക്കേഷൻ ഫോമുകൾ വിൽക്കുന്ന സ്ഥലത്ത് ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോം കിട്ടും. അതിൻ്റെ 2 കോപ്പി വേണം, 2 ഫോട്ടോ ഒട്ടിക്കണം. പിന്നെ വില്ലേജ് ഓഫീസർ ചെന്ന് കണ്ടാൽ അവർ പറഞ്ഞു തരും എന്തൊക്കെ വേണ്ടതെന്നുള്ളത്. അതിന് ആധാരം, നിങ്ങളുടെ ആധാരം കൊണ്ടുവരും. അതുപോലെ 2 ഫോട്ടോ കൊണ്ടുപോകണം, റേഷൻ കാർഡ് കൊണ്ടുപോകണം, ആധാർ കാർഡ് കൊണ്ടുപോകണം. ഇതൊക്കെ ആയിട്ട് വില്ലേജ് ഓഫീസറെ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ EWS ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് കൊടുക്കാവൂ. കാരണം അത് ഉണ്ട് എന്ന് കൊടുക്കുകയും അങ്ങനെ ഫൈനൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഈ സർട്ടിഫിക്കറ്റ്, ചിലർ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് ഉണ്ടാക്കാം, വില്ലേജ് ഓഫീസറോട് സംസാരിച്ചിട്ട് ഇത് ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് മുൻകൂട്ടി തന്നെ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അഥവാ പിന്നീട് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ EWSൻ്റെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 10% സംവരണത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് ഈ കുട്ടിക്ക് അലോട്ട്മെൻറ്റ് വന്നാൽ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ അഡ്മിഷനിൽ നിന്ന് ഈ കുട്ടി ഔട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ യെസ് എന്ന് കൊടുക്കാവൂ. EWS ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് കൊടുക്കാവൂ. അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഞാൻ കിട്ടുന്നൊരു ഉറപ്പിൻ്റെ മേലിൽ ആദ്യം കൊടുക്കണം ഞാൻ പറയില്ല. സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങളതിന് അപേക്ഷിക്കാൻ നിൽക്കാവൂ. അപ്പോൾ നേരത്തെ തന്നെ ഇത്തരം ആളുകൾ നേരത്തെ തന്നെ EWS സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വയ്ക്കുക. അതിൻ്റെ ഫോം നിങ്ങൾക്ക് അക്ഷയ സെൻറ്ററുകളിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിൽ നിന്നോ അല്ലെങ്കിൽ അപേക്ഷാ ഫോമുകൾ വിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടും. അതുമായിട്ട് വില്ലേജ് ഓഫീസറെ, നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ സമീപത്തുള്ള വില്ലേജ് ഓഫീസറെ ചെന്ന് കണ്ടാൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അനുവദിക്കാൻ അർഹത നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുശേഷം മാത്രം ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ അതാണ് EWS. ഇത് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അല്ല, നീ സംശയം വേണ്ട. EWS സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും നടക്കണ്ട. അത് ഫോർവേഡ് കാസ്റ്റിലെ മുന്നോക്ക ജാതിക്കാരിലെ പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ഈ സർട്ടിഫിക്കറ്റ്. അവർക്ക് മാത്രമുള്ളതാണ് ഈ 10% സംവരണം. അപ്പോൾ അവരാണ് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോവേണ്ടത്. മറ്റൊന്ന് എക്സ് സർവീസ്മെൻ. ഇപ്പോൾ നിലവിൽ ആർമിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മക്കൾക്ക് ആയാലും ശരി, അതിൽ നിന്ന് റിട്ടയർഡ് ആയ ആളുകളുടെ മക്കൾക്കായാലും ശരി ബോണസ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവർ ആ പട്ടാളത്തിൽ ആർമിയിൽ ആയിരുന്നു അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് ജോലി എന്ന് തെളിയിക്കുന്ന അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ വയ്ക്കണം. അതിൻ്റെ ഈ നമ്പറൊക്കെ നമുക്കതിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ അതിൽ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്ര സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവും. പിന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ അപേക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അതിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ട് ഉണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സംവരണം, ഭിന്നശേഷി കുട്ടികൾക്കുള്ള സംവരണം നിങ്ങൾക്ക് ലഭിക്കുക. പിന്നെ ലിറ്റിൽ കൈറ്റ് എന്ന്, അത് പലർക്കും സംശയം ഉണ്ടാകുന്നു. ലിറ്റിൽ കൈറ്റിലുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ബോണസ് പോയിൻറ്റ്, കഴിഞ്ഞ വർഷം അതൊരു പ്രശ്നമായിരുന്നു, അവർക്ക് ബോണസ് പോയിൻ്റ് ഉണ്ടായിരുന്നില്ല. ഈ വർഷം സർക്കാരിലേക്ക് ശുപാർശ ചെന്നിട്ടുണ്ട്. ലിറ്റിൽ കൈറ്റിന് IT ക്ലബ്ബിൽ അംഗമാണ് തെളിയിക്കുന്നതിന് ഈക്വലായിട്ട് ഈ ലിറ്റിൽ കൈറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് പരിഗണിക്കും. 1 മാർക്ക് ബോണസ് പോയിൻ്റായിട്ട് നൽകണം എന്നൊരു ശുപാർശ പോയിട്ടുണ്ട് സർക്കാരിൽ. അതിൽ അന്തിമ തീരുമാനം ഈ വർഷത്തെ അഡ്മിഷൻ്റെ പ്രോസ്പെക്ടസ് വരുന്നതോടുകൂടെ, നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടെ വ്യക്തമാവും. എന്തായാലും ആ സർട്ടിഫിക്കറ്റ് ഉള്ളവർ ആ സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ വയ്ക്കുക. പിന്നെ മറ്റൊരു സംശയം പലരും ചോദിക്കാറുള്ളതാണ്, ഈ വരുമാനം തെളിയിക്കുന്നതോ അല്ലെങ്കിൽ ജാതി തെളിയിക്കുന്ന അല്ലെങ്കിൽ നാഷണാലിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ +1 ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് വേണമെന്നുള്ളത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ അക്ഷയകളിലോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലോ പോകുമ്പോൾ ഈ 3 സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിൽ ആവശ്യമില്ല. കാരണം അതിൽ നിങ്ങളുടെ വരുമാനം എത്രയാണെന്നോ അല്ലെങ്കിൽ അതൊന്നും ചോദിക്കുന്നില്ല. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള കാസ്റ്റ്, ഇതൊക്കെ നാഷണാലിറ്റി കയ്യിൽ വരികയും ചെയ്യും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളൊന്നും, അതായത് വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഈ 3 നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി ഒരു അക്ഷയയിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതില്ല. എന്നാൽ അഡ്മിഷൻ കിട്ടിയിട്ട് അവിടെ ചേരാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഈ ഫീസ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. നേരെ മറിച്ച് ജാതി സർട്ടിഫിക്കറ്റ് അതുപോലെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. അത് തെളിയിക്കുന്ന ഒരു രേഖ കൂടിയാണ് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്. പക്ഷേ പിന്നീട് സ്കോളർഷിപ്പ്, ജാതിയുടെ പേരിലൊക്കെ ഒരു OBC സ്കോളർഷിപ്പ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ ഗ്രാൻഡ്സ് തുടങ്ങിയിട്ടുള്ള സ്കോളർഷിപ്പിനൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാവും. എന്തായാലും +1 അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യമില്ല. വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ തിരക്കില്ലാത്ത സമയങ്ങളിൽ ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഒരു +1 അപേക്ഷിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകൾ. അതിന് കൂടുതൽ സർട്ടിഫിക്കറ്റുകളൊന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ബോണസ് പോയിന്റുകൾ ക്ലെയിം ചെയ്യുന്ന SPC, NCC, നീന്തൽ, അതുപോലെ ക്ലബ്ബ് തുടങ്ങിയവയുണ്ടെങ്കിൽ എന്തൊക്കെ ബോണസ് പോയിന്റുകളാണോ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത് അത് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രമേ നിങ്ങൾ കയ്യിൽ വെക്കേണ്ടതുള്ളൂ.
വേറൊരു ജാതി സർട്ടിഫിക്കറ്റ് ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടക്കേണ്ടതില്ല. ഇനി അഡ്മിഷൻ കിട്ടിയതിന് ശേഷം, അതായത് അഡ്മിഷൻ കിട്ടുക എന്നാൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഒരു സ്കൂളിൽ ചേരാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ കയ്യിലുണ്ടാവേണ്ട രേഖകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിന് ഈ പറയുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. എന്തൊക്കെയാണോ നമ്മൾ ബോണസ് പോയിന്റിനായിട്ട് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുള്ളത്, ആ ക്ലെയിമുകളൊക്കെ തെളിയിക്കുന്ന, അതൊക്കെ സാധൂകരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എന്തൊക്കെയാണ് കയ്യിൽ ഉണ്ടാവേണ്ടത് ഇപ്പോൾ പറയാം. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ അലോട്ട്മെൻറ്റിൻ്റെ ലെറ്റർ, ആ പ്രിൻ്റ് ഔട്ട്, അത് അക്ഷയകളിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻറ്റ് കിട്ടും. നിങ്ങൾക്ക് ഇതിനപേക്ഷിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു പാസ്വേഡ് യൂസർ ഐ ഡി ഒക്കെ ഉണ്ടാവും. അത് വെച്ച് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടോ, ഏത് സ്കൂളിലേക്കാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ നോക്കി അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. ആ അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടുണ്ടാവണം. പലപ്പോഴും അഡ്മിഷന് വേണ്ടി സ്കൂളിൽ നേരെ എല്ലാം SSLC സർട്ടിഫിക്കറ്റും റേഷൻ കാർഡും ഇതൊക്കെ എടുത്തു വരും. പക്ഷേ പലപ്പോഴും ഈ അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ മറക്കാതെ എടുക്കേണ്ട ഒന്നാണ് അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. പലപ്പോഴും അഡ്മിഷന് വേണ്ടി വന്ന് പിന്നെ അവിടെ നിന്നാണ് അടുത്തുള്ള ഏതെങ്കിലും അക്ഷയകളിലേക്കോ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലോ പോയിട്ട് ഇത്തരം സർട്ടിഫിക്കറ്റ് അല്ല ഈ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി അവർ പോകുന്നത്. അപ്പോൾ ആ ഒരു ഓട്ടം നിങ്ങൾക്ക് ഒഴിവാക്കാം. നേരത്തെ തന്നെ ഈ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിലെടുക്കുക എന്നുള്ളത്. മറ്റൊന്ന്, SSLC സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. നേരത്തെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി ഒരു അക്ഷയ സെൻറ്ററിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കോപ്പി ഉണ്ടായാലും മതി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ചേരാൻ വേണ്ടി പോകുമ്പോൾ ഇതിൻ്റെ കോപ്പി പോരാ, നിർബന്ധമായിട്ടും ഒറിജിനൽ SSLC സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ ഒറിജിനൽ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. പിന്നെ 10ാം ക്ലാസ്സിൽ ഏത് സ്കൂളിലാണോ പഠിച്ചത് ആ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ടി സിയുടെ ഒറിജിനൽ, ചിലരൊക്കെ അതിൻ്റെ കോപ്പി ഇട്ട് വരാറുണ്ട്, ഈ ഒറിജിനൽ കൊണ്ടുകൊണ്ടല്ലോ വീട്ടിൽ സൂക്ഷിക്കാമെന്ന് കരുതി. അതല്ല, ആ TC നിങ്ങൾക്ക് ഒരാവശ്യവുമില്ല. അത് അടുത്ത കോഴ്സിന് ചേരാൻ വേണ്ടി ഏത് സ്ഥാപനത്തിലാണ് ചേരുന്നത് ആ സ്ഥാപനത്തിൽ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ആ TCയുടെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതുപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ സ്വഭാവം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഈ TCയോടൊപ്പം തന്നെ സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പഠിച്ച സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. ആ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. പിന്നെ മറ്റൊരു കാര്യം, ആധാർ കാർഡിൻ്റെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതിൻ്റെ ഒരു കോപ്പി കൂടി കയ്യിൽ വെച്ചോളൂ. കാരണം സ്കൂളിൽ പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡും ആധാർ നമ്പറൊക്കെ വേണ്ടി വരും സ്കൂളിലെ ക്ലാസ് ടീച്ചേഴ്സിനൊക്കെ. അപ്പോൾ പിന്നീട് ഒരിക്കലും നിങ്ങൾ ആധാറിൻ്റെ കോപ്പി കൊണ്ടുവരണമെന്ന് പറയേണ്ട ഒരു അവസ്ഥയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചേരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് കുറച്ചും കൂടി എളുപ്പമാവും. അവർക്ക് അതിൽ ആധാർ നമ്പർക്ക് എവിടെയെങ്കിലും എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളോട് ആധാറിൻ്റെ കോപ്പി കൊണ്ടുവരാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ചേരാൻ പോകുമ്പോൾ തന്നെ ഈ ആധാർ കാർഡിൻ്റെ ഒറിജിനൽ കയ്യിൽ വെക്കണം. വെരിഫിക്കേഷൻ ഈ നിങ്ങൾ ഈ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെയാണോ കാണിച്ചിരിക്കുന്നത് അതൊക്കെ കറക്റ്റ് തന്നെ അല്ലേ എന്ന് അവിടെ വെരിഫിക്കേഷൻ ഇരിക്കുന്ന അധ്യാപകർ നോക്കുന്നത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ പറയുന്ന ആധാർ കാർഡിൻ്റെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഒരു കോപ്പി സ്കൂളിൽ കൊടുക്കാനായിട്ടൊരു കോപ്പി കയ്യിൽ വയ്ക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു. അതിൽ പലപ്പോഴുമുള്ള ഒരു സംശയം, ഈ ഒറിജിനൽ നിങ്ങൾ അഡ്മിഷന് വേണ്ടി സ്കൂളിൽ ചേരാൻ പോകുമ്പോൾ സ്കൂളിൽ ആ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്ത് അത് തിരിച്ചു കൊണ്ടുപോകാം എന്നാണ് പല രക്ഷിതാക്കളും കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. +1 ചേർന്ന് കഴിഞ്ഞാൽ ആ SSLC സർട്ടിഫിക്കറ്റ് അവിടെ മേടിച്ചു വയ്ക്കും. അത് പിന്നെ +2 കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് തിരിച്ചു തരിക. അപ്പോൾ പലപ്പോഴും ഈ അഡ്മിഷന് വേണ്ടി രക്ഷിതാക്കൾ വന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ അവർ ചോദിക്കും, അയ്യോ ആ SSLC സർട്ടിഫിക്കറ്റ് തിരിച്ചു തന്നില്ല എന്ന്. പക്ഷേ അത് അറിയാനായിട്ടാണ് അത് തിരിച്ചു കൊടുക്കില്ല. അത് +2 കോഴ്സ് കഴിയുമ്പോഴേ തിരിച്ചു കൊടുക്കുള്ളൂ. അതായത് നിങ്ങൾ പെർമനൻ്റായിട്ട് ചേർന്ന് കഴിഞ്ഞാലത്തെ കാര്യം പറയുന്നത്. താൽക്കാലികമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത അലോട്ട്മെൻറ്റിൽ വേറെ സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ മേടിച്ച സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരും. പക്ഷേ പെർമനൻ്റായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് SSLC സർട്ടിഫിക്കറ്റ് പിന്നെ നിങ്ങൾക്ക് +2 കോഴ്സ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വല്ല സ്കോളർഷിപ്പിന് അപേക്ഷിക്കണമെങ്കിലോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിലൊന്ന് രജിസ്റ്റർ ചെയ്യണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ആവശ്യം വരും. അപ്പോൾ പിന്നെ ക്ലാസ് ടീച്ചർക്ക് റിക്വസ്റ്റ് എഴുതി കൊടുത്ത് അപേക്ഷ എഴുതി കൊടുത്തിട്ട് തിരിച്ച് SSLC സർട്ടിഫിക്കറ്റ് 2 ദിവസത്തിന് വേണ്ടി മേടിച്ച് അങ്ങനെയൊക്കെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ അഡ്മിഷന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു 4 or 5 ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ കൊണ്ട്, ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ എന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്, ഹെഡ് മാഷ്, അതുപോലെ ഡോക്ടർ, അതുപോലെ കൃഷി ഓഫീസർ, വെറ്ററിനറി ഡോക്ടർ, ഇങ്ങനെ ധാരാളം ആളുകളുണ്ട് ഈ ഗസ്റ്റഡ് ഓഫീസേഴ്സ്, ഹയർ സെക്കൻഡറി അധ്യാപകർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരാളെ ഒരു ഗസ്റ്റഡ് ഓഫീസറെ കണ്ടിട്ട് അതിൽ 4-5 കോപ്പി ഒറിജിനൽ കൂടി കാണിച്ചു കൊടുത്ത് ഒരു 5 കോപ്പിയിലെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയിലെങ്കിലും അറ്റസ്റ്റ് ചെയ്ത് സൂക്ഷിക്കുക. ഇത് വേറൊന്നും വേണ്ട, SSLC സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അറ്റസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ 4-5 കോപ്പി സൂക്ഷിച്ചാൽ പിന്നെ 2 കൊല്ലം ഈ ഒറിജിനൽ SSLC സർട്ടിഫിക്കറ്റ് +1 ഏത് സ്കൂളിലാണ് ചേർന്ന് ആ സ്കൂളിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് പ്രയാസമില്ല. അത്യാവശ്യത്തിന് നിങ്ങളുടെ കയ്യിൽ ഈ കോപ്പി ഉണ്ടാവും.
അപ്പോൾ ഓർക്കുക, SSLC സർട്ടിഫിക്കറ്റ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ +2 കോഴ്സ് കഴിഞ്ഞ് പോരുമ്പോഴാണ് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ അതിൻ്റെ ഒരു 4-5 കോപ്പി എടുത്ത് അറ്റസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ സൂക്ഷിക്കണം. അതാണ് അതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ബോണസ് പോയിന്റ് തെളിയിക്കുന്ന, നിങ്ങൾ ഓൺലൈനായിട്ട് +1 അപേക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെ ക്ലെയിമാണോ, ഏതൊക്കെ ബോണസ് പോയിന്റിനുള്ള ക്ലെയിമാണോ നിങ്ങൾ നൽകിയിട്ടുള്ളത്, അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. നേരത്തെ ഞാൻ പറഞ്ഞു +1 ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി അക്ഷയയിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു കോപ്പി ആയാലും മതി. പക്ഷേ അഡ്മിഷന് വേണ്ടി ചെല്ലുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഒറിജിനലും പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ശരിക്കും സ്കൂളിൽ ആവശ്യമില്ല. പക്ഷെ എന്നാലും അത് വെരിഫൈ ചെയ്തിട്ട് ഒറിജിനൽ തിരിച്ചു തരിക ചെയ്യാം. പക്ഷെ എന്നാലും അതിൻ്റെ കൂടെ ഒരു കോപ്പി കൂടി വെച്ച സ്കൂൾ അധികൃതർക്ക് കുറച്ചും കൂടി എളുപ്പമാവും. അപ്പോൾ ഈ എന്തൊക്കെ ബോണസ് പോയിന്റുകളാണ് നിങ്ങൾ ക്ലെയിം ചെയ്തിരുന്നത് അതിൻ്റെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ വയ്ക്കണം. അപ്പോൾ ക്ലബ് സർട്ടിഫിക്കറ്റ്, ക്ലബ്ബുകളുണ്ട്, ഞാൻ സയൻസ് ക്ലബ്ബിലുണ്ട് അല്ലെങ്കിൽ SS ക്ലബ്ബിലുണ്ട് എന്നൊക്കെ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ട് തെളിയിക്കുന്ന ക്ലബ് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സീലോ പ്രിൻസിപ്പൽ HMൻ്റെ ഒപ്പൊക്കെ വെച്ചിട്ടുള്ള ക്ലബ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അത് പിന്നെ കോപ്പി എടുത്ത് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആ സ്കൂളിൽ കൊടുക്കാൻ മാത്രമേ ആവശ്യമുള്ളൂ. അത് ആ ഒറിജിനൽ സ്കൂളിൽ മേടിച്ച് വയ്ക്കും. അതിൻ്റെ കോപ്പിയും കൊണ്ടുപോകണ്ട സ്കൂളിലേക്ക്, കാരണം അതിൻ്റെ ഒറിജിനലാണ് സ്കൂളിൽ മേടിച്ച് വയ്ക്കുക. SSLCയുടെ ഈ പറയുന്ന എന്താ പറയുക, നേരത്തെ പറഞ്ഞ ആധാർ കാർഡിൻ്റെ ഒക്കെയാണ് ഒരു കോപ്പി എക്സ്ട്രാ നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം അതിൻ്റെ ഒറിജിനൽ അവിടെ മേടിച്ച് വയ്ക്കില്ല. ഒറിജിനൽ നിങ്ങൾക്ക് തിരിച്ചു തരും. ഒറിജിനൽ നിങ്ങൾക്ക് തിരിച്ചു തരുന്ന സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ ഒരു കോപ്പി നിങ്ങൾ അവിടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ബോണസ് പോയിന്റ് തെളിയിക്കുന്ന ഇപ്പോൾ ക്ലബ് സർട്ടിഫിക്കറ്റ് ഉദാഹരണം പറഞ്ഞാണ്, അതിൻ്റെ ഒറിജിനൽ അവിടെ മേടിച്ച് വയ്ക്കും. അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോപ്പി എടുത്ത് വീട് സൂക്ഷിച്ചോളൂ. പക്ഷേ അത് വേറെ ഒന്നും ഒരു ആവശ്യത്തിനും നിങ്ങൾക്ക് ഉപകരിക്കില്ല, ഒന്നും ഈ അഡ്മിഷന് വേണ്ടി മാത്രമല്ലാണ്ട്. അപ്പോൾ ക്ലബ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ അവിടെ മേടിച്ച് വയ്ക്കും. പിന്നൊന്ന്, ഈ നേരത്തെ പറഞ്ഞ ഈ ബോണസ് പോയിന്റുകളുണ്ട്. ഇപ്പോൾ SPC, NCC, സ്കൗട്ട്, രാജ്യ പുരസ്കാർ, ഇതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളൊന്നും സ്കൂളിൽ മേടിച്ചിട്ടില്ല. ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ ചേരാൻ പോകുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം, നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അത് മേടിച്ച് നോക്കും. നിങ്ങളിതിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ രാജ്യപുരസ്കാരം ഉണ്ട് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് അവിടെ അഡ്മിഷൻ ഇരിക്കുന്ന അധ്യാപകർ ചോദിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വെരിഫൈ ചെയ്യും. ശരിയാണ്, ഒറിജിനൽ ഉണ്ട്, ഇത് വെച്ചിട്ട് തന്നെ കുട്ടി അപേക്ഷിക്കുമ്പോൾ കൊടുത്തിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഈ പറയുന്ന രാജ്യപുരസ്കാരം, SPC, ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ കൊണ്ടുപോകണം. അത് അവിടുന്ന് അധ്യാപകർ ഒന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും. അതിൻ്റെയൊക്കെ ഒരു കോപ്പി കൂടി എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ കോപ്പി നിങ്ങൾക്ക് അപേക്ഷയുടെ ഒപ്പം അവിടെ കൊടുക്കാൻ സാധിക്കും. അത് അധ്യാപകർക്ക് സഹായവും. അപ്പോൾ ഓർക്കുക, ഇത്തരം ബോണസ് പോയിന്റുകൾ തെളിയിക്കുന്ന ഈ SPC, NCC തുടങ്ങിയുള്ള സർട്ടിഫിക്കറ്റുകളിലൊക്കെ ഒറിജിനൽ അവിടുന്ന് വെരിഫൈ ചെയ്തിട്ട് അവിടെ കാണിച്ചു കൊടുക്കണം. വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. അതിൻ്റെ കോപ്പി നിങ്ങളവിടെ കൊടുക്കുക വേണം. പിന്നെ EWSൻ്റെ സർട്ടിഫിക്കറ്റ്, നേരത്തെ പറഞ്ഞ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ള ഫോർവേഡ് കാസ്റ്റിൽ, അതായത് മുന്നോക്ക ജാതിയിലെ താഴ്ന്ന വരുമാനക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോകണം. ഒറിജിനൽ സ്കൂളിൽ കൊടുക്കുകയും വേണം. അത് നിങ്ങൾക്ക് തിരിച്ചു തരില്ല, സ്കൂളിൽ സൂക്ഷിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാമെന്ന് മാത്രം. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ആ ഒറിജിനൽ സ്കൂളിൽ കൊണ്ടുപോകണം. ചേരാൻ പോകുമ്പോൾ ഒറിജിനൽ കൊണ്ടുപോകണം. അതുപോലെ തന്നെയാണ് എക്സ് സർവീസ്മാൻ ആയാലും ശരി, ഒറിജിനലും അതിൻ്റെ ഒരു കോപ്പി, അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആർമിയിലായിരുന്നു എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും അതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവുക. പിന്നെ ഭിന്നശേഷിക്കാരായ, നേരത്തെ പറഞ്ഞു ഞാൻ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ, മെൻ്റലി റിട്ടാർഡ്, അതുപോലെ ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ വിഷ്വൽ പ്രോബ്ലം ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, ഡെഫ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതിൻ്റെ ഒപ്പം അതിൻ്റെ ഒരു കോപ്പി കൂടി നിങ്ങളുടെ കയ്യിലുണ്ടാവണം. പിന്നെ ഈ മറ്റൊരു ബോണസ് പോയിൻ്റാണ് നമുക്ക് പഞ്ചായത്ത് തെളിയിക്കുന്നത്. ഞാൻ ഇന്ന പഞ്ചായത്തിലാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു അപേക്ഷിക്കുന്ന സ്കൂളിൽ നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച സ്കൂളിൽ തന്നെയാണ് നിങ്ങൾ +1 അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം സ്കൂളിൻ്റെ ഒരു ബോണസ് പോയിന്റ് കിട്ടും. അത് തെളിയിക്കാൻ വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് തന്നെ മതി. അതോടൊപ്പം നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്ത് തന്നെയാണ് നിങ്ങൾ SSLC സ്കൂളിൽ പഠിച്ച് എന്ന് തെളിയിക്കുന്നതിന് അതിന് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് തന്നെ മതി. അതുപോലെ എന്നാൽ താലൂക്ക് തെളിയിക്കുന്നതിന്, അതുപോലെ താലൂക്ക് തെളിയിക്കുന്നത്, ഇപ്പം സ്വന്തം താലൂക്കിലുള്ള ഒരു സ്കൂളിൽ തന്നെയാണ് +1 അപേക്ഷിക്കണമെങ്കിൽ അതിനും ബോണസ് പോയിന്റ് ഉണ്ട്. അപ്പോൾ അത് തെളിയിക്കുന്നതിന് SSLC സർട്ടിഫിക്കറ്റ് മതി. എന്നാൽ ഈ അഡ്മിഷൻ്റെ സമയമാകുമ്പോഴും നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അത് കിട്ടാതിരിക്കില്ല, അഡ്മിഷൻ്റെ സമയമാകുമ്പോഴേക്കൊക്കെ SSLC സർട്ടിഫിക്കറ്റ് കിട്ടും. അഥവാ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ സമയമാകുമ്പോഴും SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾ നിങ്ങളുടെ താലൂക്ക്, പഞ്ചായത്ത് ഇത് തെളിയിക്കുന്ന ഒരു രേഖയായിട്ട് റേഷൻ കാർഡ് കയ്യിൽ വയ്ക്കുക. റേഷൻ കാർഡ് കയ്യിൽ വയ്ക്കുക, അതിൻ്റെ ഒരു കോപ്പിയും കയ്യിൽ വയ്ക്കുക.
അപ്പോൾ ഇത് SSLC സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർക്ക് വേണ്ടി മാത്രം, കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് പറയുന്നത്. ഭൂരിപക്ഷം 99% ആ അഡ്മിഷൻ്റെ +1 അഡ്മിഷൻ്റെ സമയമാകുമ്പോഴേക്കൊക്കെ SSLC സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് ഇഷ്യൂ ചെയ്യും. അഥവാ എന്തെങ്കിലും കാരണവശാൽ കിട്ടിയില്ലെങ്കിൽ മാത്രം +1 ചേരാൻ പോകുമ്പോൾ നിങ്ങളുടെ താലൂക്ക് ഏത്, പഞ്ചായത്ത് ഏത്, അതിൻ്റെ ബോണസ് പോയിന്റിന് ഒരു ക്ലെയിം എന്നുള്ള രീതിയിൽ ആ ക്ലെയിം സാധൂകരിക്കുന്ന രേഖ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ റേഷൻ കാർഡ് ഒറിജിനലും അതിൻ്റെ ഒരു കോപ്പിയും കയ്യിൽ വയ്ക്കണം. അപ്പോൾ ഇത്രയും രേഖകളാണ് നിങ്ങൾക്ക് എന്താ പറയുക, ഈ +1 ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പോകുമ്പോൾ കയ്യിൽ കരുതേണ്ട രേഖകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. +1 ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കൂടുതൽ രേഖകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ നിങ്ങൾ എന്തൊക്കെയാണോ ബോണസ് പോയിൻ്റായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത് അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പോകുമ്പോൾ. നേരെ മറിച്ച് അഡ്മിഷൻ കിട്ടി ചേരാൻ വേണ്ടി, അലോട്ട്മെൻറ്റ് വന്ന് സ്കൂളിൽ ചേരാൻ വേണ്ടി പോകുമ്പോൾ യാതൊരു സംശയവുമില്ല, അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. മറക്കാതെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ 4-5 കോപ്പി എടുത്ത് അത് ഏതെങ്കിലും ഒരു ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുക. ഇത്രയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഇനി അഡ്മിഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് സംശയങ്ങൾ തീർക്കുന്ന വീഡിയോകൾ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതിലപ്പുറം +1 +2 ക്ലാസ്സുകളിലെ മലയാളം ക്ലാസ്സുകൾ, മലയാള പാഠഭാഗങ്ങളുടെ ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടും. 10ാം ക്ലാസ്സിൻ്റെയും മലയാളം ഫസ്റ്റ് സെക്കൻഡ് അതിലെ പാഠഭാഗങ്ങളിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇതിലൂടെ ഈ ചാനലിലൂടെ കിട്ടും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.